ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു @24 മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ RRC ഗ്രൂപ്പ് ഡിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയ കാര്യങ്ങളാണ്. അപ്പോൾ 2019 നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഡി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെയാണ് കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി ഇതിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ വേക്കൻസിയിൽ ഇനി എത്രയൊക്കെയാണ് വന്നിട്ടുള്ളത് അതെല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഔട്ട്ലൈൻ നമ്മൾ അറിഞ്ഞിരിക്കുക, ഗ്രൂപ്പ് ഡിനെ പറ്റി ഒരു ചെറിയൊരു ഔട്ട്ലൈൻ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമുക്കിനി ഡിസംബറിനുള്ളിൽ വെച്ച് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റും കൂടെ ആയതുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണെന്നും ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു എക്സാം ഓവർവ്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് വിളിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ലെവൽ 1 ആണ്. RRB NTPC ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന റെയിൽവേ നോട്ടിഫിക്കേഷൻ ആണ്. ഗ്രാജുവേറ്റ് ലെവലായിട്ടും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലായിട്ടാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് കവർ ചെയ്യുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ലെവൽ 1 ലെവൽ 2 പോസ്റ്റുകളും ലെവൽ 3യും അതുപോലെ ലെവൽ 5ഉം ലെവൽ 6ഉം ആണ്. ഗ്രൂപ്പ് ഡി ആണെങ്കിൽ ലെവൽ 1 പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 ഉണ്ട്, ഹെൽപ്പർ, അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ, അതുപോലെ ലെവൽ 1 പോസ്റ്റുകളാണ് നമുക്ക് ഗ്രൂപ്പ് ഡിക്ക് അകത്ത് കവർ ചെയ്യുന്നത്. ഇത് അക്രോസ് ഇന്ത്യ ആണ് ഇതിന്റെ ജോബ് ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ 2019 വേക്കൻസീസ് ഏകദേശം 56,000 മേലെയായിരുന്നു. ഇപ്പോഴും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ വേക്കൻസി ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും റിപ്പോർട്ട് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേക്കൻസി നമുക്ക് ഡീറ്റെയിൽ അറിയാൻ സാധിക്കില്ല. അപ്പോൾ 2019 ഇതുപോലെ 56,000 വേക്കൻസിക്ക് പുറത്തുണ്ടായിരുന്നു. ഇനി ഓൺലൈനാണ് നമ്മുടെ ആപ്ലിക്കേഷൻ മോഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്ന 10 ആണ്. അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 30യും ചിലത് 18 to 33 വരെ നമുക്ക്, അതായത് 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിലെ ഒരു എക്സാം ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു എക്സാമും പിന്നെ ഒരു PETയും പിന്നെ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ആണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഓരോന്നായിട്ട് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹൈസ്കൂൾ ആണ് പറയുന്നത്, അതായത് ക്ലാസ് 10th ആണ് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ഹു ഹാഡ് കംപ്ലീറ്റഡ് ദെയർ high school class 10 from an institution recognized by NCVT or SCVT or held National Apprenticeship Certificate NAC provided by NCVT are eligible to apply RRB Group D recruitment examination. മീൻസ് എന്താണ്? 10ാം ക്ലാസ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഓക്കെ, 10ാം ക്ലാസ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ NCVT അല്ലെങ്കിൽ SCVT ആണ്. NCVT എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്. അതുപോലെ SCVT വരുമ്പോൾ അത് സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റ് കൗൺസിലാണ്. അപ്പോൾ ആ NCVT അല്ലെങ്കിൽ SCVT റെക്കഗ്നൈസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്ന് 10ാം ക്ലാസ് ഹോൾഡർ ആയിരിക്കണം. അതല്ലെങ്കിൽ NAC, അതായത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, NCVT പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഈ ഒരു ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാൻ വേണ്ടി എലിജിബിൾ ആണ്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് പറഞ്ഞായിരുന്നു 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയാണ്. അതിൽ 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ആയിരുന്നു 2019 വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് 3 വർഷം കൂടെ അഡീഷണൽ ഉണ്ട്, കാരണം നമുക്ക് NTPC അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 3 ഇയേഴ്സിന്റെ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ ആയ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് നമുക്കൊരു 3 വർഷം റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ 18 to 33 വയസ്സ് വരെ നമുക്ക് ആ ഒരു ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഗ്രൂപ്പ് ഡിയുടെ എക്സാം പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ജനറൽ സയൻസ് ഉണ്ട്, അതുപോലെ മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, കൂടാതെ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സും ഉണ്ട്. അതിൽ സയൻസ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, മാത്സ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, റീസണിങ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, അവയർനെസ് ആൻഡ് കറണ്ട് അഫയർ 20 ക്വസ്റ്റ്യൻ 20 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 90 മിനിറ്റ്സിനാണ് 100 ക്വസ്റ്റ്യൻ 100 മാർക്കിന്. അപ്പോൾ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, കറണ്ട് അഫയറും അവയർനെസ് ഉണ്ട്. അവയർനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ എക്കണോമിക്സ്, ജോഗ്രഫി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരൊറ്റ പരീക്ഷയാണ്, അതാണ് ഈ കാണിച്ചിരിക്കുന്ന CBT 1 പരീക്ഷ. ഇനി ഇതിന്റെ സിലബസ് നോക്കിക്കേ. മാത്സിലാണെങ്കിൽ നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ, പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്,
mensuration, time and work, time and distance, simple interest and compound interest, profit and loss, algebra, geometry and trigonometry, elementary statistics, square root, age calculation, calendar and clock, pipes and systems, etc. ഓക്കെ, അപ്പോൾ ഇത് മാത്സിലെ സിലബസ് ആണ്. സെയിം RRB NTPC സിലബസ്. അതുപോലെ റീസണിങ് സിലബസ് വരുമ്പോൾ അനലോഗീസ് ഉണ്ട്, സീരീസ് ഉണ്ട്, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, ആൽഫ ന്യൂമറിക്സ്, സ്റ്റേറ്റ്മെൻറ്റ്, ഡേറ്റ സഫിഷ്യൻസി, ഡേറ്റ, അതുപോലെ തന്നെ അനലിറ്റിക്കൽ റീസണിങ്, വെൻ ഡയഗ്രം, സിലോജിസം, ഇതെല്ലാം തന്നെ നമുക്ക് എന്താണോ NTPCക്കകത്തുള്ള സിലബസ് ആ സെയിം സിലബസ് തന്നെ ഗ്രൂപ്പ് ഡിക്കകത്തും നമുക്ക് ഈ മാത്സ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്. ഇനി സയൻസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് 10ാം ക്ലാസ് വരെയുള്ളതാണ് വേണ്ടത്. അതായത് നമ്മുടെ NCERT സിലബസിലുള്ളത് പോലെ തന്നെയാണ് നമുക്ക് അവിടെ വേണ്ടത്. കറണ്ട് അഫെയർ ആണെങ്കിൽ നമുക്ക് നാഷണൽ കറണ്ട് അഫെയർ, അതുപോലെ സ്റ്റേറ്റ് കറണ്ട് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ കറണ്ട് അഫെയർസ് ഉണ്ട്. കൂടാതെ സ്പോർട്സ്, കൾച്ചർ അങ്ങനെ വരുന്നത്, പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, അതുപോലെ ഇക്കണോമിക്സ്, അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി കറണ്ട് അഫെയർസിൻ്റെ ഒരു സിലബസ് ഇങ്ങനെയാണ് വരുന്നത്. സ്പോർട്സ് പേഴ്സൺ ചോദിക്കാം, നാഷണൽ സ്റ്റേറ്റ് സ്കീംസ് ചോദിക്കാം, അതുപോലെ ഇൻഡെക്സ്, അവാർഡ്സ്, അപ്പോയിൻമെൻറ്റ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇൻ്റർനാഷണൽ സമ്മിറ്റ്സ് ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് തീംസ് ഉണ്ട്, മിലിറ്ററി എക്സസൈസ് ഉണ്ട്, CM ഗവർണേഴ്സ് ഉണ്ട്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയും ഇതിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ ഒരുപാട് കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അവയർനെസ് ആണെങ്കിലും അതുപോലെ തന്നെയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ള സയൻസ് ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻസ് ഡിസീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാംസ്, മൗണ്ടെയിൻ റേഞ്ചസ്, പിന്നെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഫെസ്റ്റിവൽസ്, ഫോക്ക് ഡാൻസസ്, അത് സ്റ്റാറ്റിക്കിനകത്ത് ചോദിക്കാം. പിന്നെ കോമൺ അബ്രിഫിയേഷൻസ്, ഇനി കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് ചോദിക്കാം, വേൾഡ് ഓർഗനൈസേഷൻസ്, ഫസ്റ്റ് ഇൻ ഇന്ത്യ, അങ്ങനെ വരുന്ന എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതാണ് നമ്മുടെ ജനറൽ അവയർനെസ്സിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ. ഓക്കെ, ഇനി ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞു. നമ്മുടെ CBT 1 കഴിഞ്ഞാൽ പിന്നെ PET ആണ്. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അല്ലേ. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ. ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. മെഡിക്കൽ സ്റ്റാൻഡേർഡിനകത്ത് ഓരോ പോസ്റ്റിനും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഇപ്പോൾ A2 ആണ് എന്നുണ്ടെങ്കിൽ 6/9 6/9 വിത്തൗട്ട് ഗ്ലാസസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഏറ്റവും ഹയർ ആയിട്ട് വരുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് A2. ഇനി കൂടാതെ മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മെസോപ്പിക് വിഷൻ, എക്സെട്ര. ഇനി A3 ആണെങ്കിലോ 6/9 6/9 വിത്തൗട്ട് ഗ്ലാസ്. അത് കുഴപ്പമില്ല, വിത്തൗട്ട് ഗ്ലാസസും കൂടെ വരുന്നുണ്ടല്ലേ. വിത്ത് ഗ്ലാസസും കൂടെ വരുന്നുണ്ട് അല്ലേ. അവിടെ നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പാസ്സായിരിക്കണം. കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മയോപ്പിക് വിഷൻ, അതെല്ലാം നമുക്ക് അവിടെ പാസ്സായിരിക്കണം. ഇനി B1 ആണെങ്കിലോ, B1 ആണെങ്കിൽ 6/9 6/12 വിത്തൗട്ട് ഗ്ലാസ് ആണ്. അവിടെ റീഡിംഗ് ഓർ ക്ലോസ് വർക്കാണ് അവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇനി B2 ആണെങ്കിൽ 6/9 6/12 വിത്തൗട്ട് ഗ്ലാസ് ആണ്. അതും റീഡിംഗ് ഓർ ക്ലോസ് വർക്കാണ് അവിടെ വരുന്നത്. C1 ആണെങ്കിൽ 6/12 6/18 വിത്തൗട്ട് ഗ്ലാസസ് ആണ്. അവിടെ നമുക്ക് റീഡിംഗ് ഓർ ക്ലോസ് വർക്ക് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്. C2 ആണെങ്കിൽ 6/12 വിത്തൗട്ട് ഗ്ലാസസ് ആണ്. അവിടെ നമുക്ക് റീഡിംഗ് ഓർ ക്ലോസ് വർക്ക് ആണ് അവിടെ നമുക്ക് എന്താണ് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഓരോ പോസ്റ്റിനും നമുക്ക് ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും വരുന്നത്. അതെല്ലാം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തായിരിക്കും ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പറയാൻ സാധിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് PET, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് ആൻഡ് ക്യാരി 35 കിലോഗ്രാം വെയിറ്റ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 100 meters in 2 minutes in one chance without putting the weight down. കാരണം 35 കിലോഗ്രാം ഉള്ള ഒരു സാധനം ഹോൾഡ് ചെയ്തിട്ട് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് വെയിറ്റ് താഴെ വയ്ക്കാണ്ട് പോകണം അല്ലേ. യെസ്, ലിഫ്റ്റ് ചെയ്യണം. ഓക്കെ, 100 മീറ്റർ ഡിസ്റ്റൻസ് 100 മീറ്റർ അല്ലേ, ഇൻ 1 ചാൻസിലാണ്. ഓക്കെ, അതായത് നമ്മൾ വോക്ക് ചെയ്യണം. അതുപോലെ ഷുഡ് ബി ഏബിൾ ടു റൺ ആണ്. ഡിസ്റ്റൻസ് ഓഫ് 1000 meters in 4 minutes ആണ്. ആൻഡ് 15 seconds ഇറ്റ്സ് 1 ചാൻസ് ആണ്. ഓക്കെ, 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് 1000 meters ഒരൊറ്റ ചാൻസിൽ പാസ്സായിരിക്കണം. ഇനി ഫീമെയിൽ ആണെങ്കിൽ ഇവിടെ ലിഫ്റ്റ് ചെയ്യേണ്ടത് 20 കിലോഗ്രാം ആണ്. അത് 100 മീറ്റർ 2 മിനിറ്റിലാണ് അത് പോയി താഴെ വെക്കാണ്ട് നടന്നിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ ഏബിൾ ടു റൺ ഓടേണ്ടത് എത്രയാണ്, 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് 1000 meters ഓടണം. അപ്പോൾ ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമുക്ക് അവിടെ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പിന്നെ നമുക്ക് വരുന്നതാണ് മെഡിക്കൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിക്കകത്ത് വരുന്നത്. അപ്പോൾ
അറിയാലോ നമ്മുടെ 10th പാസ്സായിട്ടുള്ള NCVT SCVT സർട്ടിഫിക്കറ്റ്, അതായത് ആ ഒരു ഇതിൽ നിന്നും റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പാസ്സായിട്ടുള്ളവരും അതുപോലെ NAC സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളവരും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾ NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഇതും പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കാരണം നമ്മൾ എന്താണ് അത് കുറച്ച്, അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലതാണ് അതിന് മുന്നേ തന്നെ നമ്മൾ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം നമുക്ക് ഇനിയിപ്പോൾ 25-ാം തീയതി തൊട്ട് നമ്മൾ റെയിൽവേ പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നമുക്ക് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്ന JEE ALP പോലുള്ള പരീക്ഷകൾ നമുക്ക് ALP തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഷോർട്ട് ടേമിലായിരിക്കും എല്ലാ പരീക്ഷകളും ഒത്തുകൂടി വരുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മളിതെല്ലാം പഠിച്ചു കഴിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. കൂടാതെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചിൽഡ്രൻസ് ഡേ പ്രകാരം നമുക്ക് ഈ ഒരു ബാച്ച് ഫുള്ളി ഫ്രീ ആയിരുന്നു നിങ്ങൾ അന്ന് കോഴ്സ് പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ. ഇത് നിങ്ങൾക്ക് ഇത് പെയ്ഡായിട്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. ടോട്ടൽ 10 അവേഴ്സിൻ്റെ ഓൺലൈൻ ലൈവ് ക്ലാസ്സും ഒരു ബുക്കും ഇതിനകത്ത് അവൈലബിൾ ആണ്. Y340 കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 195 രൂപയ്ക്ക് ഈ ഒരു ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതുകൂടാതെ RRB NTPC ഒരു ബാച്ച് നമുക്കുണ്ട്. അപ്പം റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് ബാച്ചിലേക്ക്, അതായത് റെയിൽവേ ഗ്രൂപ്പ് ഡി ബാച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ഫോമിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കുക. ആ ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. ഇനി GK GSൻ്റെ ഒരു NCERT പാറ്റേൺ അനുസരിച്ച് GK GSൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. RRB NTPCയുടെ ഒരു ടെസ്റ്റ്, അതായത് ഡിജിറ്റൽ ടെസ്റ്റ് പേപ്പേഴ്സിൻ്റെ അവൈലബിൾ ആണ്. കൂടാതെ RRB NTPCയുടെ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതെല്ലാം 300 റേഞ്ചസിന് താഴെയാണ്. അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടത് നിങ്ങളത് വാങ്ങിച്ചേക്കുക. ഇപ്പോൾ ടെസ്റ്റ് സീരീസ് ആയിരുന്നാലും ബുക്സ് ആയിരുന്നാലും നിങ്ങൾക്ക് Y340S യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തേക്കുക. അത് 24/7 ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ വഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഒന്നുകിൽ ഗവൺമെൻറ് ജോബ് എക്സാംസ് എടുത്തിട്ട് റെയിൽവേസിൽ പോയി നിങ്ങൾക്ക് വെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്സാംസിൽ പോയി കേരള പോയി അവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് എക്സാംസ് ക്വിസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി സ്റ്റേറ്റ് എക്സാംസ് കേരള പോയി നിങ്ങളുടെ ഹോം പേജിൽ എത്തുമ്പോൾ ഏറ്റവും താഴെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റി ടാബിൽ കാവ്യ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. കാവ്യ കമ്മ്യൂണിറ്റി ടാബ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് റീസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള PDFs അവൈലബിൾ ആയിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത്, ഇപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അങ്ങനെ ഓരോ ടീച്ചേഴ്സിൻ്റെയും കമ്മ്യൂണിറ്റി ടാബ് അവൈലബിൾ ആണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനകത്ത് വരുന്ന ഡെയിലി ക്വിസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതിന് പ്രകാരം കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തേക്കാം. അപ്പോൾ പുതിയ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.